കേരളത്തിൽ ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും UDFിനെയും സംരക്ഷിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ കഴിവുള്ള മറ്റൊരു നേതാവില്ല എന്നത് ഒരു വലിയ സത്യമാണ്. ടെലിവിഷൻ ചാനൽ ചർച്ചകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയുമാണ് രാഹുൽ ആളുകളുടെ മനസ്സിലേക്ക് കടന്നുവന്നത്. ചർച്ചകളിൽ എതിരാളികൾ കൊണ്ടുവരുന്ന കള്ളക്കഥകളും ക്യാപ്സ്യൂളുകളും നിഷ്പ്രയാസം പൊളിച്ചെടുക്കാൻ രാഹുലിനുള്ള കഴിവ് അപാരമാണ്. ഈയൊരു മിന്നും പ്രകടനം തന്നെയാണ് അദ്ദേഹത്തെ സാധാരണക്കാരുടെ പ്രിയപ്പെട്ട നേതാവാക്കിയതും പിന്നീട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കും പാലക്കാട് MLA സ്ഥാനത്തേക്കും എത്തിച്ചതും. MLA ആയിരുന്നപ്പോഴും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്നപ്പോഴും അദ്ദേഹം നിരന്തരം സമരമുഖങ്ങളിൽ നിറഞ്ഞു നിന്നു. പ്രതിപക്ഷ നിരയിലെ ഏറ്റവും മികച്ച പോരാളിയായി CPMനെയും അവരുടെ സർക്കാരിനെയും അദ്ദേഹം ശരിക്കും വിയർപ്പിച്ചു. പിന്നീട് ചില ലൈംഗിക അപവാദ ആരോപണങ്ങളുടെ പേരിൽ പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്നും രാഹുലിന് പുറത്തു പോകേണ്ടി വന്നു. എന്നാൽ ആ വലിയ വിഷമഘട്ടത്തിൽ പോലും പാർട്ടിയെ പ്രതിരോധിക്കാനും CPMന്റെ നുണകൾ പൊളിക്കാനും അദ്ദേഹം മുൻപന്തിയിൽ തന്നെയുണ്ടായിരുന്നു. പാർട്ടിയോടുള്ള തന്റെ കടമയും ആത്മാർത്ഥതയും അദ്ദേഹം ഒരിക്കലും കൈവിട്ടില്ല എന്നത് നമ്മൾ കാണാതെ പോകരുത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് പിണറായി വിജയനും CPMനും എതിരെ രാഹുൽ പങ്കുവച്ച വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത്. ജനങ്ങളുടെ വോട്ടിങ്ങിനെ ഇത് സ്വാധീനിച്ചിട്ടുണ്ട് എന്നതിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ UDFന്റെ വലിയ വിജയത്തിൽ രാഹുലിന് വലിയൊരു പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒട്ടേറെ പേർ നമുക്കിടയിലുണ്ട്. ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷവും CPM ഉണ്ടാക്കുന്ന ഇല്ലാത്ത കഥകളെ നേരിടാനും രാഹുൽ തന്നെയാണ് മുൻപിലുള്ളത്. നിയമസഭയിലെ പല ചെറുപ്പക്കാരായ MLAമാരെക്കാളും മികച്ച രീതിയിൽ പ്രതിപക്ഷത്തുള്ള CPMന്റെ പരാജയങ്ങളെ തുറന്നു കാണിക്കാൻ രാഹുലിന് കഴിയുന്നുണ്ട്. ഇന്നലെ കേരള നിയമസഭയിൽ വളരെ നാടകീയമായ ചില സംഭവങ്ങൾ നടന്നു. പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ നിയമസഭയിൽ വന്നത് ഒരു പ്ലാസ്റ്റിക് കുപ്പി നിറയെ മലിനജലവുമായിട്ടാണ്. തുടർന്ന് സ്പീക്കറുടെ പ്രത്യേക അനുവാദത്തോടെ അദ്ദേഹം സഭയിൽ ഒരു കാര്യം അവതരിപ്പിച്ചു. തിരുവനന്തപുരത്ത് AISF ഒരു പ്രതിഷേധ റാലി നടത്തിയിരുന്നു. മുൻ മന്ത്രിയും ഇപ്പോഴത്തെ MLAയുമായ K രാജനാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഈ സമരക്കാരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചിരുന്നു. ആ ജലപീരങ്കിയിൽ ഉപയോഗിച്ച മലിനജലമാണ് ഈ കുപ്പിയിലുള്ളത് എന്നായിരുന്നു പിണറായി വിജയന്റെ ആരോപണം. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇതിന് മറുപടി പറയാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് അവസരം നൽകി. വളരെ മാന്യമായാണ് മന്ത്രി മറുപടി പറഞ്ഞത്. പോലീസ് എപ്പോഴും വാട്ടർ അതോറിറ്റി നൽകുന്ന നല്ല വെള്ളമാണ് ജലപീരങ്കിയിൽ ഉപയോഗിക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. എങ്കിലും പ്രതിപക്ഷ നേതാവ് കൊണ്ടുവന്ന ഈ വെള്ളം ലാബിൽ പരിശോധനയ്ക്ക് അയക്കാമെന്നും അതിൽ എന്തെങ്കിലും മാലിന്യം ഉണ്ടെങ്കിൽ തീർച്ചയായും തുടർ നടപടികൾ എടുക്കാമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ നേരിടാൻ യഥാർത്ഥത്തിൽ മലിനജലം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന ചരിത്രം നിലനിൽക്കെയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇത്രയും തുറന്ന മനസ്സോടെ ഈ ആരോപണത്തെ നേരിട്ടത്. എന്നാൽ ഇതിലെ യഥാർത്ഥ ട്വിസ്റ്റ് നടന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ഫേസ്ബുക്കിലൂടെ തെളിവുകൾ പുറത്തുവിട്ടപ്പോഴാണ്. പിണറായി വിജയൻ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് രാഹുൽ പൊളിച്ചടുക്കി. വെറും 3 ചിത്രങ്ങളിലൂടെയാണ് രാഹുൽ ഈ കള്ളത്തരം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടിയത്. ഒന്നാമത്തെ ചിത്രം പോലീസ് ജലപീരങ്കി അടിച്ചതിനു ശേഷം റോഡിൽ കെട്ടിക്കിടക്കുന്ന ചെളിവെള്ളം ഒരു AIYF പ്രവർത്തകൻ പ്ലാസ്റ്റിക് കുപ്പിയിൽ കോരിയെടുക്കുന്ന ദൃശ്യം. രണ്ടാമത്തെ ചിത്രം മുൻമന്ത്രി K രാജൻ അതേ കുപ്പിയിലെ ചെളിവെള്ളവുമായി റോഡിലൂടെ നടന്നുപോകുന്ന ദൃശ്യം. മൂന്നാമത്തെ ചിത്രം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇതേ കുപ്പി നിയമസഭയിൽ ഉയർത്തിക്കാട്ടുന്നു. അതായത് പോലീസ് ഒരിക്കലും മലിനജലം ഉപയോഗിച്ചിട്ടില്ല. നല്ല വെള്ളം റോഡിൽ വീണ് ചെളിവെള്ളമായപ്പോൾ അതെടുത്ത് കുപ്പിയിലാക്കി നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കാനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചത് എന്ന് രാഹുൽ വളരെ വ്യക്തമായി തെളിയിച്ചു. ഈ ചിത്രങ്ങൾക്കൊപ്പം രാഹുൽ എഴുതിയ കുറിപ്പും വളരെ ശ്രദ്ധേയമായിരുന്നു. രാജനും വിജയനുമൊക്കെ എത്ര വലിയ കള്ളന്മാരാണ്. റോഡിൽ വെള്ളം വീണാൽ ചെളിവെള്ളമല്ലാണ്ട് പിന്നെ സോഡാ സർബത്താകുമോ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെയും വളരെ വൈകാരികമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് രാഹുൽ ഇട്ടിരുന്നു. തന്റെ ദേഹത്ത് പോലീസ് ജലപീരങ്കി അടിക്കുന്ന ഒരു പഴയ ചിത്രത്തിനൊപ്പം അദ്ദേഹം ഇങ്ങനെ കുറിച്ചു: പ്രതിപക്ഷ സമരക്കാരുടെ ദേഹത്ത് അടിച്ച ജലപീരങ്കിയിലെ വെള്ളം മലിനജലമായിരുന്നു എന്ന് വിജയൻ. മിസ്റ്റർ വിജയൻ, നിങ്ങളുടെ ഭരണകാലത്ത് ഞങ്ങളുടെ ദേഹത്ത് അടിച്ചത് പനിനീരോ മിനറൽ വാട്ടറോ അല്ലായിരുന്നു. അന്ന് ഡ്രസ്സിന്റെ നിറം മാറിയത് കളർ ഇളകിയതുകൊണ്ടല്ല. പോലീസിന്റെ ലാത്തിയും ഗ്രനേഡും ഏറ്റുവാങ്ങി ഞങ്ങളുടെ ചോര വീണതുകൊണ്ടായിരുന്നു. പ്രതിപക്ഷ യുവജന നേതാക്കളോടാണ് 10 കൊല്ലത്തിനു ശേഷം ആദ്യമായി തെരുവിലിറങ്ങിയതുകൊണ്ടാണ് ഈ ചൊറിച്ചിൽ.
അതങ്ങ് ശീലമായിക്കൊള്ളൂ. സമരത്തിന് പോയ കുട്ടി സഖാക്കൾക്ക് ദേഹം ചൊറിയുന്നു എന്ന് കേട്ടപ്പോൾ ഒരു കള്ളക്കഥയുമുണ്ടാക്കി കുപ്പിയിൽ ചെളിവെള്ളവുമായി നിയമസഭയിൽ വരേണ്ടി വന്ന പിണറായി വിജയന്റെ ഗതികേട് വളരെ വലുതാണ്. ഓടയിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടുവന്ന് അത് പോലീസിന്റേതാണെന്ന് പറയുന്നത് നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന നടപടിയാണ്. ഇതിന് പിണറായി വിജയനും കെ രാജനുമെതിരെ കർശന നടപടിയെടുക്കാൻ സ്പീക്കർക്ക് അധികാരമുണ്ട്. എന്നാൽ UDFന്റെയും സ്പീക്കറുടെയും മാന്യത കൊണ്ട് മാത്രം അങ്ങനെ സംഭവിച്ചേക്കില്ല. എങ്കിലും പിണറായി വിജയന് ഇതൊരു വലിയ മുന്നറിയിപ്പാണ്. നിങ്ങളുടെ നുണബോംബുകളെ നിർവീര്യമാക്കാൻ കഴിവുള്ള രാഹുലിനെ പോലുള്ളവർ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ഇങ്ങനെ അധികകാലം പിടിച്ചു നിൽക്കാനാകില്ല. അവസാനമായി കോൺഗ്രസ് നേതാക്കൾ ഒരു കാര്യം ചെവിയോർക്കണം. ചില ആരോപണങ്ങളുടെ പേരിൽ രാഹുലിനെ പാർട്ടി മാതൃകാപരമായി ശിക്ഷിച്ചു കഴിഞ്ഞു. എന്നാൽ ഇത്രയും ആത്മാർത്ഥമായി പാർട്ടിക്കൊപ്പം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്ന അദ്ദേഹത്തെ സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും തെറ്റുകൾ തിരുത്താൻ അവസരം നൽകാനും കോൺഗ്രസ് തയ്യാറാകണം. പിണറായി വിജയനോട് കാണിക്കുന്ന മാന്യതയുടെ ഒരംശമെങ്കിലും കോൺഗ്രസുകാർ രാഹുൽ മാങ്കൂട്ടത്തോട് കാണിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കയ്യിൽ കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് കാർഡ് ഇല്ലെങ്കിലും എനിക്കെന്നും ഒരു കോൺഗ്രസുകാരനായി തുടരാൻ കഴിയുമെന്ന ഉറച്ച ആത്മവിശ്വാസമാണ് അദ്ദേഹം കാണിച്ചത്. സാധാരണ ഇത്തരം ഘട്ടങ്ങളിൽ നേതാക്കൾ പാർട്ടിയോട് കലഹിക്കുകയോ പരസ്യമായി വെല്ലുവിളിക്കുകയോ ചെയ്യാറുണ്ട്. എന്നാൽ രാഹുൽ മാങ്കൂട്ടം ഒരിക്കലും പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ചില്ല. തന്റെ പേരിൽ ഉയർന്നു വന്ന വിവാദങ്ങൾ കാരണം കോൺഗ്രസിനോ UDFനോ ഒരു തിരിച്ചടി ഉണ്ടാകരുത് എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ആരും അംഗീകരിച്ചില്ലെങ്കിലും താൻ കോൺഗ്രസുകാരനായി തുടരുമെന്ന് പ്രഖ്യാപിച്ച രാഹുൽ പാർട്ടിയുടെ പൊതുവേദികളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നു. എങ്കിലും തിരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയത്തിനായി അണിയറയിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. സോഷ്യൽ മീഡിയയിൽ തനിക്കുള്ള വലിയ ജനസ്വാധീനം അദ്ദേഹം കോൺഗ്രസിന്റെ വളർച്ചയ്ക്കായി ഇപ്പോഴും കൃത്യമായി ഉപയോഗിക്കുന്നു എന്നതിന് ഇതും ഒരു തെളിവാണ്. നിരപരാധിത്വം തെളിയിച്ചാലും രാഹുലിനെ എങ്ങനെ വീണ്ടും പാർട്ടിയിലേക്ക് കൊണ്ടുവരുമെന്ന ചോദ്യം ബാക്കിയുണ്ട്. ധാർമ്മികമായ കാരണങ്ങളാൽ രാഹുലിനെ പെട്ടെന്ന് തിരിച്ചെടുക്കുന്നതിനെതിരെ പാർട്ടിയിൽ ചില എതിർപ്പുകൾ ഉണ്ടായേക്കാം. ചില കാര്യങ്ങളിൽ രാഹുലിന് ജാഗ്രത കുറവ് ഉണ്ടായി എന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരവസരം കൂടി നൽകി പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കാനാണ് സാധ്യത കൂടുതൽ. ചുരുക്കത്തിൽ UDF സർക്കാർ അധികാരത്തിൽ വന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് പാർട്ടിയിലേക്ക് എത്രയും വേഗം മടങ്ങി വരാനുള്ള അനുകൂലമായ സാഹചര്യങ്ങളാണ് ഒരുങ്ങുന്നത്. ചുരുക്കത്തിൽ കരിയറിലെ ഏറ്റവും വലിയൊരു അഗ്നിപരീക്ഷയിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ കടന്നുപോകുന്നത്. ആരോപണങ്ങളുടെ കനൽ വഴികൾ താണ്ടി നിയമപോരാട്ടത്തിൽ നിരപരാധിത്വം തെളിയിക്കാൻ കഴിഞ്ഞാൽ രാഹുലിന്റെ രാഷ്ട്രീയ പുനർജന്മമായിരിക്കും കേരളം കാണാൻ പോകുന്നത്. പുതിയ UDF സർക്കാരിന്റെ കാലത്ത് കേസന്വേഷണം എത്രത്തോളം സുതാര്യമാകും, പാർട്ടിയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ രാഹുലിന് അനുകൂലമായി മാറുമോ എന്നതൊക്കെ വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ട കാര്യമാണ്. എങ്കിലും ഒന്നുറപ്പാണ്, ഔദ്യോഗിക പദവികൾ ഇല്ലെങ്കിലും അണികളുടെ മനസ്സിൽ രാഹുൽ ഇപ്പോഴും പ്രിയപ്പെട്ടവനാണ്. ആ ജനപിന്തുണയും പാർട്ടിക്കുള്ളിലെ ശക്തമായ സമ്മർദ്ദവും രാഹുലിന്റെ മടങ്ങിവരവ് എളുപ്പമാക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. കൂടുതൽ രാഷ്ട്രീയ വിശകലനങ്ങൾക്കും വീഡിയോകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.